തെണ്ടി നടക്കുന്നവരെയാ തെണ്ടികളെന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആരാ തെണ്ടികളായത്? കാശുള്ളവർക്കേ സംസ്കാരമുള്ളൂ, കാശില്ലാത്തവർക്ക് അതില്ലെന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. കയറി വന്നോളൂ. ഞങ്ങളാരും വീട്ടിൽ കയറി വരുന്നവരെ ആട്ടി ഓടിക്കാറില്ല. അത്തരം സംസ്കാരമുള്ളവരല്ല ഞങ്ങള്. പേടിക്കണ്ട, വരൂ. സംശയിക്കണ്ട അംബികെ, ഈ വീട് ദാ ഇവളുടെ കയ്യിൽ നിന്ന് ബിനാമിയെ കൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിപ്പിച്ചത് എന്റെ മോൻ രാജുവാ. ഇതിപ്പോ ഞങ്ങളുടെ വീടാ. രാജു ആരാണെന്ന് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്ക് ജയേട്ടാ. മാഡം. മാഡോ? ഓ സോറി. അമ്മിക ചേച്ചി, ഈ വെളുത്ത കുഞ്ഞവിടെ പേരെന്താ? നന്ദന. നന്ദന കൊള്ളാം. വെറും രാജു അല്ല, RVM, പ്രമുഖ ബിസിനസ് മാൻ. രാജു വേണുഗോപാൽ മഠത്തിൽ, RVM. ബിസിനസ് സാമ്രാജ്യത്തില് എന്റെ മോൻ അറിയപ്പെടുന്നത് RVM. ഇപ്പോ എന്റെ അളിയനെ കോടീശ്വരനാ, കോടീശ്വരൻ. എന്താ രണ്ടും കൂടി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്ന? ഓരോ ആളുകൾക്കും 10,000 നാവുകളായിരുന്നല്ലോ. വേഗം എടുത്തിട്ട് അലക്ക്. എന്താടി, പുതിയ അവിഹിത കഥകളൊന്നുമില്ലേ എനിക്കെതിരെ പ്രചരിപ്പിക്കാൻ? നീ കുറെ കാലം മുമ്പ് പറഞ്ഞല്ലേ എന്റെ ആങ്ങളെ നിന്നെ പീഡിപ്പിക്കാൻ വന്നു. അതിന്റെ ഒരു വിശദീകരണം തന്നിട്ട് പോടി. പൊട്ടിക്കട്ടെ ചെവി കുറ്റിക്കിട്ട്. വേണ്ട, തല്ലണ്ട. അതിഥികളെ സൽക്കരിക്കുന്നത് ഭക്ഷണവും കൊടുത്തും മാന്യമായ പെരുമാറ്റവും കൊണ്ടാ. എന്നിട്ട് നമ്മളെ അന്ന് സൽക്കരിച്ചത് അങ്ങനെയൊന്നും അല്ലല്ലോ. പൊട്ടിക്കുന്നതേ ഇതിനകത്തിട്ട് വേണ്ട, പുറത്തിട്ട് മതി. കൊട്ടേഷൻകാരായ സ്ത്രീകളെ ഞാൻ ഏർപ്പാടിയതല്ലോ. അളിയ ചോദിക്കളിയ, ഞാനാണോടി നിന്നെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? പറയടി. നിനക്കുള്ളത് ഞാൻ പിറകെ തരാം. പറയടി, നിന്നെ ഞാനാണോ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന്? ഞാൻ നിന്റെ കാമുകനായിരുന്നോ? പറയടി അങ്ങോട്ട്, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുഞ്ഞാവേ, എവക്ക് SI സെലക്ഷൻ കിട്ടിയതാ. ഞാനാ ജോലിക്ക് വിടാത്തത്. ഞാൻ തല്ല് മേടിക്കുന്നത് പേടിച്ചിട്ട്. അതുകൊണ്ട് സത്യം മണിയായിട്ട് നല്ല മുത്തു പൊഴിയുന്ന പോലെ പറഞ്ഞേക്ക്. അല്ലെങ്കിൽ അംബിക ചേച്ചിയുടെ കുഞ്ഞുവാ നല്ല മണല് പോലെ അടി മേടിക്കേ. വേഗം പറഞ്ഞു. പറയടി, എന്റെ ആങ്ങളെ നിന്നെ പ്രേമിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ നീ എന്റെ മകനെ കുറിച്ച് അന്ന് അപവാദം പറഞ്ഞു എന്തിനാ? പറയാൻ. അതേ അമ്മ പറഞ്ഞിട്ടാ. ഞാനോ?
എനിക്കിട്ടും വച്ചോ? ആര് പറഞ്ഞിട്ടാണെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അങ്ങനെ പറയാമോ? തെറ്റായിപ്പോയി. നിങ്ങളുടെ കുടുംബം കലക്കാൻ അതേ മാർഗമുള്ളൂന്ന് അമ്മ പറഞ്ഞപ്പോ അറിയാതെ പറ്റിപ്പോയതാ. എന്നിട്ട് എന്തായി? ആരുടെ കുടുംബമാടി ഇപ്പൊ കലങ്ങിയത്? ഞങ്ങളുടെ കുടുംബം ഒന്നും കലങ്ങിയിട്ടില്ല. ദാ കണ്ടില്ലേ, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ട. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാ കിടക്കില്ല. ഇതൊക്കെ അന്ന് അംബിക ഞങ്ങളെ കളിയാക്കാൻ ഉപയോഗിച്ച വാക്കുകളാ. അയ്യോ, അതൊക്കെ അന്നല്ലേ. ഇതിപ്പോ എത്ര വർഷമായി രാധമ്മേ? രാധമ്മയല്ല, മേഡം. മേഡം അങ്ങനെ വിളിക്കാവൂ. ഞങ്ങളൊക്കെ തെണ്ടികളാണ് പോലും, നിങ്ങളൊക്കെ സമ്പന്നരും. തെണ്ടി നടക്കുന്നവരെയാ തെണ്ടികളെന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആരാ തെണ്ടികളായത്? കാശുള്ളവർക്കേ സംസ്കാരമുള്ളൂ, കാശില്ലാത്തവർക്ക് അതില്ലെന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. അല്ല, വിയർക്കുന്നുണ്ടല്ലോ രണ്ടുപേരും. കുറച്ച് വെള്ളം തരൂ. ഇതവർക്ക് കൊടുക്കുമോളെ, കുടിക്കട്ടെ. ഉം. കുറച്ച് വെള്ളം ഒന്നും അറിയാതെ അമേരിക്കയിൽ നിന്ന് കൊച്ചിനോട് കൊടുക്ക്. ആ, കീരി കുടിക്കുന്നവരെ കുടിച്ചോ. ഞങ്ങളെ നാണം കെടുത്താൻ നീയും നിന്റെ മോനും ഈ മരുമകളും കൂടെ നടത്തിയ ഗൂഢാലോചനകൾ എന്തൊക്കെയാ അംബികെ? അയ്യോ മാഡം, ഇവരെ ഞാൻ അവിടെ ചെന്ന കാലം മുതൽ തുടങ്ങിയതാ എന്നെ ഇല്ലാതാക്കാനുള്ള കളികള്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഇവരിപ്പോഴാ കാണുന്ന. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇത് ജ്ഞാനപ്പാനയിലുള്ളതല്ലേ? അല്ല, പള്ളിപ്പാനയിലുള്ളത്. ലോഹിയൊന്നും വേണ്ട. എടി പ്രിയേ, അവര് കുശലം ചോദിച്ചതല്ലേ ഈ കിങ്കന മണി ഭർത്തമാനം? അറിയി വിട്ടേക്ക്. അന്ന് നിങ്ങളുടെ പിറന്നാൾ ആഘോഷത്തിന് അപമാനിതരായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു.